ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മന്ദാരം ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡോടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് എങ്ങനെ കറി വെക്കണമെന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൃത്തിയാക്കാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ വൃത്തിയാക്കിയാലും നമുക്കൊരു തൃപ്തി കുറവുണ്ടല്ലോ, ഞാനും കൂടെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി ദേ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 കിലോ ചിക്കനാണ് എടുത്തേക്കണേ. അപ്പോൾ അതിൻ്റെ ആവശ്യാനുസരണം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഞാൻ തിരുമ്പി കുറച്ച് നേരം വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുരുമുളക് പൊടി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കട്ടെ. കുരുമുളക് പൊടി ഇവിടെ വേനൽക്കാലത്ത് കുറേ പൊടിപ്പിച്ച് ചേർന്നു. എന്താ കാര്യം, ഇവർക്ക് എന്തുണ്ടാക്കിയാലും കുരുമുളക് ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ അമ്മ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലയും കൂടെ വറുത്തിട്ടാണ് കേട്ടോ അമ്മ ഇവിടെ ചിക്കൻ കറി വയ്ക്കാറ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് അമ്മയ്ക്ക് വലിയ പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ മസാല തയ്യാറാക്കി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇത് തിരുമ്പി വയ്ക്കാൻ പറഞ്ഞ്. അപ്പോൾ എന്തായാലും അമ്മ വയ്ക്കണ പോലെ തന്നെ വയ്ക്കാന്ന് വെച്ചാൽ അതേപോലെ ഒന്നും ആവില്ല. ഞാൻ മല്ലി മുളകൊന്നും വറക്കാറില്ല കേട്ടോ, പച്ചയ്ക്ക് തന്നെ ഇട്ട് തിരുമ്പി വയ്ക്കാറ്. അമ്മ വറുത്തിട്ടാണ് കേട്ടോ, അതാണ് നല്ല ടേസ്റ്റ് എന്നും പറഞ്ഞു. പിന്നെ അത് നമ്മുടെ നല്ല നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് ഇപ്പം തന്നെ അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ള മില്ലിന്ന് ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. അത് അതിലേക്ക് തിരുമ്പി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ വരണത്. നമുക്ക് നോക്കാം തിരുമ്പി കഴിയുമ്പോൾ. ഈ ഒരു തിരുമ്പൽ വരുമ്പോൾ എനിക്ക് എന്തിട്ടാന്ന് പറയുന്നത്, നമ്മുടെ കലശത്തിനൊക്കെ ചിക്കൻ വയ്ക്കൂലേ, അതിൻ്റെ ഒരു സ്മെല്ല് കണ്ടാൽ ഞാൻ പറഞ്ഞു നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് തോന്നാറ് അമ്മ ഈ രീതിയിൽ വെക്കുമ്പോൾ. കാരണം മല്ലി മുളകും വറുത്തിട്ട് അമ്മ വെക്കാറുണ്ട്. പിന്നെ നമ്മളിത് നല്ല നാടൻ പച്ചമുളക്, നാടൻ ഇഞ്ചിൻ്റെ പറിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ പച്ചമുളക് നല്ല പഴുത്തതാണ് കിട്ടിയിട്ടോ. പക്ഷെ അതിട്ട് നല്ല എരിവ് കൂടില്ലേ. പിന്നെ അത് ഏത് ചതച്ചിട്ടാട്ട് നമ്മളിവിടെ ഇട്ട് കൊടുക്കാറ്, പേസ്റ്റ് ആക്കാറില്ല. പിന്നെ അത് 2 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ഇത്രയും മതിയെന്ന് തോന്നുന്നു, ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വെളുത്തുള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ നല്ലൊരു ഹോട്ടലിൽ പോയപ്പോൾ കണ്ടതാണ്, ചിക്കൻ കറിയിൽ തൊണ്ടോടുകൂടി വെളുത്തുള്ളി ചതച്ച് തരണം. അപ്പോൾ ഞാൻ ഈ ടേസ്റ്റിൽ വെക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടേസ്റ്റ് കിട്ടാനാണെന്ന് പറഞ്ഞിട്ട് സ്മെല്ല്. പക്ഷേ എനിക്ക് ഞാൻ തൊലി എടുത്ത് കളയാണ്, ചതയ്ക്കുമ്പോൾ തൊലി വരുമ്പോൾ നമുക്കൊരു തൃപ്തി കുറവല്ല, നമുക്ക് അതിനിട്ട് ശീലമല്ലല്ലോ. അപ്പോൾ അതും ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് മോൻ എൻ്റെ അടുത്ത് ഓരോ സംശയങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവനങ്ങനെയാണ്, ഞാൻ എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അവിടെ വന്നിരിക്കൂട്ടോ എൻ്റെ കൂടെ പഠിക്കാനായിട്ട്. നല്ല ഇൻട്രസ്റ്റുള്ള കുട്ടിയെന്ന് മനസ്സിലായില്ലേ. പിന്നെ അതേ ഒരുത്തൻ കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അതേ പച്ചമുളക് പഴുത്ത് കാരണം കൊണ്ട് ഞാൻ ഒരു പച്ച ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം എരിവ് കൂട്ടി കഴിഞ്ഞാൽ അമ്മയ്ക്കും വയ്യാമല്ലോ. അമ്മയ്ക്ക് പനി ആയതുകൊണ്ടാണ് അമ്മ ചിക്കൻ വാങ്ങിക്കാൻ പറഞ്ഞത്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ മേച്ചിറന്നിൽ നിൽക്കണം, അമ്മയ്ക്ക് ചിക്കൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ചിക്കൻ്റെ ചാറ് കൂട്ടാൻ തോന്നണമെന്നും പറഞ്ഞ്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ തന്നയച്ചിട്ട് ചിക്കൻ, അപ്പോൾ അത് വേഗം കൊണ്ട് വൃത്തിയാക്കി വെക്കുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഗുളിയൊക്കെ കഴിക്കുമ്പോഴേക്കും കറി സെറ്റാക്കി കൊടുക്കണ്ട. നമ്മുടെ തക്കാളി രാമൻ വന്നിട്ട് കേട്ടോ. തക്കാളി രാമൻ എന്തൊരു ചെയ്യണ്ടേ, ഒരൊറ്റ തക്കാളി കിട്ടില്ല നമ്മളെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച്. ഇത് കാണാണ്ട് ഒരു കവറിലാക്കി വെച്ചതായിരുന്നു. എങ്ങനെയാണാവും മണം പിടിച്ചോ, കുളിക്കണ സ്ഥലത്ത് നിന്ന് ഓടി വന്നേക്കണതാണ് കേട്ടോ. അല്ലല്ല, കുളി കഴിഞ്ഞു, തല ശരിക്കും തുടച്ചിട്ടില്ല ഇടക്കിട്ടു. നീ തക്കാളി എവിടെ വെച്ചത്, തക്കാളി എന്നല്ല എന്ത് കണ്ടാലും തിന്നു എൻ്റെ പുത്രൻ. അങ്ങനത്തെ ഒരു സാധനം, പച്ചക്കറി തിന്നണ സാധനം. അപ്പോൾ അത് ഒരെണ്ണം എടുത്തുണ്ട് കേട്ടോ. നീ കിട്ടുമെന്ന് അറിയില്ല, ഇത് റാഞ്ചിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കറിവേപ്പിൻ്റെ ഇല തന്നെയാട്ടോ. ഇനി കറിവേപ്പിൻ്റെ ഇല എനിക്ക് എത്ര ഇട്ടാലും മതിയാവില്ല കേട്ടോ, അതൊരു മസ്റ്റായിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇല. പിന്നെ നമുക്ക് വേണ്ട ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ. നമുക്ക് അത്യാവശ്യം സാധനങ്ങളാണ് വീടിൻ്റെ മുറ്റത്തുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയുണ്ട്, പച്ചമുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്. ഇനി നമുക്കിത് 2 കഷ്ണം വറക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നും അങ്ങനെ തന്നെ ചിക്കൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 കഷ്ണം വറുത്ത് കൊടുത്തില്ലെങ്കിൽ സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ ഇത് 2 കഷ്ണം വറുത്ത് കൊടുക്കട്ടെ. എന്തായാലും 4 കഷ്ണം ആകെ വറക്കണുള്ളൂ 2 പേർക്കും. ഈ 2 കഷ്ണം വെച്ചിട്ട് വറുത്തൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. വറുത്ത് കഴിച്ചാൽ തന്നെ കൊഴുപ്പ്. പിന്നെ ഡൂഡൂന് അത്യാവശ്യം തടിയുണ്ടല്ലോ, പിന്നെ അത് കാരണം ഡൂഡൂനോട് എപ്പോഴും പറയും കഴിക്കണ്ട. പിന്നെ എന്തേ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി മൂപ്പിക്കാം. ഉപ്പിട്ട് കൊടുത്തേ വേഗം ആവാൻ വേണ്ടിയിട്ട്. മക്കളും ഉറങ്ങും, അമ്മയ്ക്ക് വെയിലമ്മയ്ക്ക് മരുന്ന് കഴിക്കേണ്ടതല്ലേ. ഇത് തട്ടിക്കൂട്ടും തന്നെ പറയാട്ടെ വേഗം. പിന്നെ ഇത് തക്കാളി വേഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാടിപ്പോൾ തന്നെ. ഇത് വേഗം ഒന്ന് ആക്കി കൊടുക്കട്ടെ. ഇപ്പം തന്നെ സമയം 7 മണിയായിട്ടാ. 5:30 കൊണ്ടുവന്ന സാധനമാണ്.
നമ്മൾ കുറച്ച് നേരം തിരുമ്പി വെച്ചാലല്ലേ അതിൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കുള്ളൂ, മറ്റേ മഞ്ഞപ്പൊടി മസാല മുളക് പൊടിയൊക്കെ പിടിക്കുള്ളൂ. ഇവിടെ ഞാൻ പിന്നെ ഞാൻ തൈരുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഒഴിച്ച് കൊടുത്തിരുന്നത് പകുതി സാധനങ്ങളില്ല നമുക്ക് ചിക്കൻ കറി വയ്ക്കണമെങ്കിൽ. ഇതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ ഇതിലും കൂടി ഇട്ട് കൊടുത്താലാട്ടോ ടേസ്റ്റ് പിടിക്കുള്ളൂ. മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ഇട്ടില്ലെങ്കിൽ ഒന്നും ടേസ്റ്റ് പിടിക്കാത്ത രീതിയായിട്ട് എനിക്ക് തോന്നാറ്. പിന്നെ ഇത് ചിക്കൻ ഇട്ട് കൊടുത്തത്, ചിക്കൻ കറി എവിടെ കിടന്ന് തിളക്കിയിട്ട് കേട്ടോ. അമ്മ ചാറിൽ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചാറില്ല കേട്ടെന്ന് എനിക്കിനി ചീത്തേക്കും. പിന്നെ അമ്മ വയ്ക്കണ സ്റ്റൈലിൽ അമ്മ ചിക്കൻ കറി മൂടുമ്പോൾ ഇങ്ങനെ വാഴലാണ്ട് കേട്ടോ മൂടാറ്. ഇന്ന് ഇതിലോട്ട് ഞാൻ ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ പരീക്ഷണമല്ല എന്തായാലും. എനിക്ക് ഭയങ്കര ഇഷ്ടം കായ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ.